Finance presents Kairali Kadir Awards 2025, brought to you by Manappuram Finance, powered by AGD Gold and Diamonds, coming soon at NH Bypass, Kochi. Kairali Agriculture Multi-State Cooperative Society, Vijayan Masters Ayurveda India Private Limited, Packaging Partner Tekkena Technologies Private Limited, Skill Partner Daily Skills, in association with KSFE, സായി ശങ്കര ശാന്തി കേന്ദ്രം. എല്ലാവർക്കും ഈ മനോഹരമായിട്ടുള്ള വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. കാർഷിക കേരളത്തിൻ്റെ അഭിമാന നക്ഷത്രങ്ങളെ കൈരളി TV ഇന്നിവിടെ ആദരിക്കുകയാണ്. 5ാമത് കതിർ അവാർഡ് പ്രഖ്യാപന പുരസ്കാരദാന ചടങ്ങിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിൻ്റെ മാധ്യമ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനൽ കാർഷിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെ ആദരിക്കാൻ അവാർഡ് ഏർപ്പെടുത്തിയത്. മികച്ച കർഷകൻ, കർഷക, പരീക്ഷണാത്മക കർഷകൻ എന്നീ വിഭാഗങ്ങളിൽ നിന്ന് ഓരോരുത്തരെ വീതം ജനകീയ നാമനിർദ്ദേശങ്ങളിലൂടെ കണ്ടെത്തി ആദരിക്കുക എന്നതാണ് ഈ അവാർഡിലൂടെ കൈരളി ലക്ഷ്യമിടുന്നത്. ഒപ്പം ഞങ്ങളുടെ ചെയർമാൻ പത്മശ്രീ ഭരത് മമ്മൂട്ടി കണ്ടെത്തിയ ഒരു വ്യക്തിത്വത്തെ കൂടി ആദരിക്കുന്നുണ്ട് ഇവിടെ. പലപ്പോഴും അധികം ആരും അറിയാതിരുന്ന കർഷകരെയാണ് കൈരളി കതിർ ആദരവിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നതും കൂടി വളരെ അഭിമാനത്തോടു കൂടി ഏവരോടും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി കൈരളി കതിർ അവാർഡ് ദാന ചടങ്ങ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി പ്രിയ വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൈരളി കതിർ അവാർഡ് 2025 ആദ്യത്തെ അവാർഡ് പ്രഖ്യാപനത്തിലേക്ക് കടക്കുകയാണ്. അറിയാം ആരാണ് കൈരളി കതിർ വേദിയിലേക്ക് എത്തുന്ന ആ പരീക്ഷണാത്മക കർഷകനെന്ന്. വീഡിയോയിലേക്ക്. വിഖ്യാതമായ വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷി കേരളത്തിൽ വിജയകരമായി പകർത്തിയ കൃഷിക്കാരൻ. വയനാട്ടിലെ കുരുമുളക് കൃഷി 10 കൊല്ലം മുമ്പ് ഒരു വെല്ലുവിളി നേരിട്ടു. താങ്ങുമരങ്ങൾക്ക് വന്ന രോഗം മൂലം അയ്യൂബ് വിയറ്റ്നാം മോഡലിലേക്ക് തിരിഞ്ഞു. കുരുമുളകിന് മരങ്ങൾ താങ്ങുകളാകുന്ന കൃഷിരീതി മാറ്റി. കോൺക്രീറ്റിന്റെയും PVCയുടെയും GI പൈപ്പുകളുടെയും താങ്ങുകൾ ഉയർന്നു. 1 ഏക്കറിൽ 450 മരങ്ങളിൽ മാത്രം കൊടി കയറ്റുന്ന നാട്ടുരീതി മാറി. പകരം 1000 തൂണുകൾ ഉയർന്നു. വിളവ് 8 ക്വിൻ്റലിൽ നിന്ന് 3 ടണ്ണായി. അയ്യൂബ് ഉയർത്തിയത് കേരളത്തിന് കുരുമുളക് ചരിത്രം ആവർത്തിക്കാം എന്ന പ്രതീക്ഷ. ചെറുകരയിലെ ഇബ്രാഹിം ഹാജി എന്ന പരമ്പരാഗത കൃഷിക്കാരന്റെ മകനാണ് അയ്യൂബ്. ധനതത്വശാസ്ത്ര ബിരുദധാരി. പഠിച്ചിറങ്ങിയതിന് പിന്നാലെ ഒരു കയറ്റുമതി കമ്പനിയിൽ മാർക്കറ്റിംഗ് മാനേജരായി ജോലി. BCom ബിരുദധാരിയായ ജീവിത പങ്കാളിക്കും അതേ സ്ഥാപനത്തിൽ ജോലി. പക്ഷെ തിളങ്ങുന്ന ആ ജോലി 20 കൊല്ലം മുമ്പ് വലിച്ചെറിഞ്ഞു അയ്യൂബും സാബിറയും. അയ്യൂബിന് അന്ന് 34 വയസ്സ്. കുടുംബസ്വത്തായ 1 ഏക്കർ 60 സെന്റിൽ അവരുടെ കൃഷി തുടങ്ങി. ആദ്യം പച്ചക്കറി,
പിന്നെ പഴവർഗ്ഗങ്ങൾ, കോഴി, താറാവ്, മത്സ്യം എന്നിങ്ങനെ മുന്നേറി. ഇപ്പോൾ പാട്ടത്തിനെടുത്തതടക്കം 13 ഏക്കറിൽ കൃഷി. മുളയാണ് വ്യത്യസ്ത വിള. മുള വളർത്തി വ്യാവസായിക ആവശ്യങ്ങൾക്കായി വിൽക്കുന്നു. 350 മുളങ്കൂട്ടങ്ങളുണ്ട്. അലങ്കാര മുളകൾ വേറെയും. അയ്യൂബ് ഇന്ന് കർഷകരുടെ വഴികാട്ടി. നാട്ടറിവിന്റെയും പഠിച്ചറിവിന്റെയും ഏകോപനമാണ് അയ്യൂബ്. ഞങ്ങൾ ആദരിക്കുന്നു. കോളേജിൽ പഠിച്ചാൽ മണ്ണിലിറങ്ങരുത് എന്ന നഗര മാന്യതാ ബോധത്തെ തിരുത്തിയ ഈ കർഷക പുത്രനെ, വാണിജ്യ വിളയായി കർഷകർ കാണാത്ത മുള പോലും പൊന്നിൻ വിളയാക്കിയ ഈ കർഷക പ്രതിഭയെ, സർവോപരി ആഗോള വിജയ മാതൃകകളെ കേരളത്തിൽ പകർത്തി വിജയിപ്പിച്ച കുരുമുളക് കൃഷിയിലെ ഈ വിപ്ലവകാരിയെ, മികച്ച പരീക്ഷണാത്മക കർഷകനുള്ള 2024 കതിർ പുരസ്കാരം തോട്ടോളി അയ്യൂബിന്. വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷി വയനാട്ടിൽ വിജയകരമായി പരീക്ഷിച്ച നേട്ടങ്ങൾ കൊയ്ത കർഷകൻ അയൂബ് തോട്ടോളി. ശ്രീ അയൂബ് തോട്ടോളിയെ കൈരളി കതിർവേദിയിലേക്ക് പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. കൈരളി കതിർ പുരസ്കാരം സമ്മാനിക്കുന്നത് പത്മശ്രീ ഭരത് മമ്മൂട്ടി. മികച്ച കർഷകനുള്ള പുരസ്കാരമാണ്. ഹൃദയത്തിൽ നിന്ന് തന്നെ നിറഞ്ഞ കയ്യടി നമുക്ക് അദ്ദേഹത്തിന് നൽകാം, അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നൽകാം. പരീക്ഷണാത്മക കർഷകനുള്ള പുരസ്കാരം അദ്ദേഹം ഏറ്റുവാങ്ങുന്നു. പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡും സമ്മാനിക്കുന്നത് മന്ത്രി ശ്രീ പി പ്രസാദ് അവർ. ഇനി ശ്രീ അയൂബ് തോട്ടോളിയുടെ വാക്കുകൾ കേൾക്കാം. നമസ്കാരം. വലിയ അഭിമാനവും സന്തോഷവും തോന്നുന്ന മുഹൂർത്തമാണ്. വയനാട്ടിൽ ഏറെ കർഷക ആത്മഹത്യകൾ നടക്കുന്ന കാലത്താണ് ഞാൻ എൻ്റെ ഉദ്യോഗം ഉപേക്ഷിച്ച് തൊഴിൽ കൃഷിയിലേക്ക് വരുന്നത്. എൻ്റെ മുകളിൽ ഒരു എപ്പോഴും തൂങ്ങിക്കിടക്കുന്ന ഒരു കയറുണ്ടായിരുന്നു എന്ന് വേണേൽ പറയാം. ആ കാലത്തു നിന്നാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങേയറ്റം അഭിമാനം തോന്നുന്നു. ആരാലും അറിയപ്പെടാതെയും പരിഗണിക്കപ്പെടാതെയും പോയ മഹാപ്രയത്നശാലികളായ എൻ്റെ പിതാവടക്കമുള്ള കർഷകരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഈ നിമിഷത്തെ ഞാൻ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് ഞാൻ കൊടുത്തത് വയനാട്ടിൽ മാത്രം വിളയുന്ന മുള്ളൻകൈമ എന്ന് പറയുന്ന ഒരു സുഗന്ധ നെല്ലിനമാണ്. ജീവകം എ അടങ്ങിയിട്ടുള്ള ഏക നെല്ലിനമാണെന്ന് അതിനെക്കുറിച്ച് പറയപ്പെടുന്നു. അത് കൊടുക്കാൻ ഒരു കാരണമുണ്ട്. നമുക്ക് ഓർക്കുമെന്ന് അറിയില്ല. ഇതൊരു നന്ദിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം, വർഷം ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം നെൽകൃഷിയിലൊക്കെ സജീവമായി ഇടപെടുന്ന കാലത്ത് അരിക്ക് വില കൂടണമെന്ന് പറഞ്ഞു. കേരളത്തിൽ അരി പച്ചക്കറിക്കൊക്കെ വില കൂടാൻ പറയുക എന്നുള്ളതിന് വലിയ പാപമാണ്. മമ്മൂക്ക പറഞ്ഞതുകൊണ്ട് മാത്രം അതതിൻ്റെ മെറിറ്റിൽ ശ്രദ്ധിക്കപ്പെട്ടു. അതായത് ഇതിന് പിറകിൽ ഒരു ഉൽപ്പാദകനുണ്ടെന്നും അവർക്ക് ഉൽപ്പാദന ചെലവുണ്ടെന്നും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ എത്തിച്ചതിൻ്റെ ഒരു നന്ദിയാണത്. ഇന്ന് 85 രൂപയ്ക്ക് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അരി വിൽക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നു എന്നത് ആ ഇടപെടലും കൂടി ചേർന്നൊരുക്കിയ ഒരു സാഹചര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട സലിംകുമാറിനോട് എൻ്റെ കയ്യിൽ ഒരു മുള്ളൻകൈമയുടെ കിറ്റുണ്ട്. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാനത് പിന്നെ ഓക്കെ വളരെ നന്ദി. ഞാനതിപ്പോൾ കൊടുക്കും.
എല്ലാം കരുതിയാണ് വന്നത്, അതുകൊണ്ട് തന്നെ കൊടുക്കാനാകും. അതുകൊണ്ട് സലീമേട്ടനും ആ ഒരു സ്നേഹസമ്മാനം അദ്ദേഹം കൊടുക്കുകയാണ്. നന്ദി. അമേരിക്കയിലെയും കാനഡയിലെയും മലയാളി അസോസിയേഷനുകളുടെ അസോസിയേഷനായ ഫൊക്കാനയുടെ പ്രസിഡന്റ് ഡോക്ടർ സജിമോൻ ആന്റണി ഇവിടെ സന്നിഹിതനാണ്. മോം ആൻഡ് ഡാഡ് എന്ന ഹെൽത്ത് കെയർ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറും MSB ബിൽഡേഴ്സ് LLC എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഫൗണ്ടറും കൂടിയാണ് അദ്ദേഹം. ലോക കേരള സഭയുടെ മുൻ മെമ്പറാണ് അദ്ദേഹം. നോമിനി ഓഫ് മാർക്വീസ് ഹൂ ഈസ് ഹൂ നോമിനിയായ മലയാളിയാണ് അദ്ദേഹം. ഡോക്ടർ സജിമോൻ ആന്റണിയെ മമ്മൂക്കയിൽ നിന്നും സ്നേഹാദരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നന്ദി. കൈരളിയുടെ കതിരിനൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രായോജകർക്ക് സ്നേഹാദരങ്ങൾ നൽകാനുള്ള അവസരമാണ് അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കാനായിരിക്കുന്നു ശ്രീ ഷഫീഖ് A, മാനേജിംഗ് ഡയറക്ടർ AGD ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കമ്മിങ് സൂൺ അറ്റ് NH ബൈപാസ് കൊച്ചി. അദ്ദേഹത്തിൻ്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മമ്മൂക്കയിൽ നിന്ന് സ്നേഹാദരം ഏറ്റുവാങ്ങാൻ. അടുത്തതായി ശ്രീ അശോകൻ KV, ചെയർമാൻ കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി, വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹാദരം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക. നന്ദി. അടുത്തതായി നമ്മുടെ ഈ ചടങ്ങിലെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രിയപ്പെട്ട സലീം കുമാർ അഥവാ നമ്മുടെ സലീമേട്ടനാണ്. മലയാളികളുടെ പ്രിയങ്കരനായ നടനാണ് അദ്ദേഹം എന്നതിൽ യാതൊരു സംശയമില്ല. അതിനൊരു നല്ല കൈയടി കൊടുക്കുമ്പോൾ നമുക്കത് മനസ്സിലായി എത്ര സ്നേഹം നമുക്കുണ്ട് എന്നത്. സലീമേട്ടനോടുള്ള ഇഷ്ടമാണത്. ഞങ്ങളുടെ കതിർ പുരസ്കാര ചടങ്ങിൽ മുൻപും അദ്ദേഹം അതിഥിയായിട്ട് വന്നിട്ടുണ്ട്. ശ്രീ സലീം കുമാറിനോടുള്ള സ്നേഹാദരമാണ് ആദ്യം, അതിനുശേഷം അദ്ദേഹം നമ്മളോട് സംസാരിക്കും. സലീം കുമാറിൻ്റെ സ്നേഹാദരങ്ങൾ നൽകുന്നതിനായി മമ്മൂക്കയെ Welcome to Manappuram Finance presents Kairali Kadir Awards 2025, brought to you by Manappuram Finance, powered by AGD Gold and Diamonds, coming soon at NH Bypass Kochi. Kairali Agriculture Multi-State Cooperative Society, Vijayan Masters Ayurveda India Private Limited, packaging partner Tekena Technologies Private Limited, skill partner Daily Skills, in association with KSFE, സായി ശങ്കര ശാന്തി കേന്ദ്രം. 2025 മികച്ച കർഷകയാര് എന്നുള്ളതാണ്. ആ ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നു. ആരാണ് ആ കൃഷിക്കാരി എന്നറിയാം. വീഡിയോയിലേക്ക്. ദീപ അട്ടപ്പാടിയിലെ പുതൂർ പഞ്ചായത്തിലെ കൊട്ടിയാർക്കണ്ടി ഊരുകാരി. ഊരുമൂപ്പൻ കുപ്പന്റെയും മുപ്പത്തി കാത്തിയുടെയും മകൾ. ജീവിത പങ്കാളി ജയശങ്കറും കർഷക കുടുംബത്തിൽ നിന്ന് കൃഷി ചെയ്യുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന മിടുക്കൻ. കല്യാണം കഴിയുമ്പോഴും ജയശങ്കർ വിദ്യാർത്ഥിയായിരുന്നു. പിന്നീട് ബിരുദമെടുത്തു. താലൂക്ക് ഓഫീസ് ജോലിക്കാരനായി. ജയശങ്കറിന് നിയമനം കിട്ടിയത് കാസർഗോട്ട്. അങ്ങോട്ടേക്ക് പോകാൻ ആ ചെറുപ്പക്കാരൻ ദീപയെ ക്ഷണിച്ചു. അത് തള്ളി. അച്ഛനും അമ്മയ്ക്കുമൊപ്പം നാട്ടിൽ 4 ഏക്കറിൽ കൃഷി ചെയ്ത് ജീവിക്കുമെന്ന് തീരുമാനിച്ചു ദീപ. 15 കൊല്ലം പിന്നിടുന്നു. ദീപ ഇന്ന് അട്ടപ്പാടിയിലെ വിജയം കൊയ്ത കൃഷിക്കാരി. ദീപയുടെ വിജയരഹസ്യം പരമ്പരാഗതവും ആധുനികവുമായ കൃഷി രീതികൾ സംയോജിപ്പിച്ചത്. അട്ടപ്പാടിയുടെ സവിശേഷതയായ കറുത്ത ആടുകൾ, കരിങ്കോഴികൾ,
റാഗി, ചാമ, തിന, മരച്ചീര തുടങ്ങിയവയെല്ലാം ദീപയുടെ കൃഷിയിടത്തിലുണ്ട്. ഒപ്പം കുരുമുളകും തെങ്ങും കവുങ്ങും. ആദിവാസി പതിവ് വിട്ട് തുടങ്ങിവെച്ച നാണ്യവിളകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് ദീപയെ വിജയിയാക്കുന്നത്. കുപ്പൻ മൂപ്പനും കാത്തിമൂപ്പത്തിക്കും വയസ്സായി. എങ്കിലും ഊരുമൂപ്പരുടെ കടമകൾ അവർ ചെയ്യും. തർക്കങ്ങൾ തീർക്കലും കൂത്തും ആട്ടവും പാട്ടും. അവർക്ക് വയ്യാത്തപ്പോൾ ദീപ ആ ദൗത്യമേൽക്കും. കുടുംബശ്രീ കൂട്ടായ്മയിലും പങ്കാളി. ജയശങ്കറിന് ഇപ്പോൾ ജോലി മണ്ണാർക്കാട്ട്. പ്രകാശം പരത്തുന്ന ഒരു നവകേരള കുടുംബം. അട്ടപ്പാടിയിൽ നിന്ന് ഞങ്ങൾ അംഗീകാരത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കയറ്റി നിർത്തുന്നു. മണ്ണിൽ ചവിട്ടി നിന്ന് മാറ്റങ്ങൾ കയ്യെത്തിപ്പിടിച്ച കൊട്ടിയാർക്കണ്ടി ഊരിന്റെ കൊച്ചു മുപ്പത്തിയെ. നല്ല കൃഷിക്കാരിക്കുള്ള 2024 കൈരളി കതിർ പുരസ്കാരം ദീപ ജയശങ്കറിന്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് കാർഷിക വൃത്തിയിൽ വിജയക്കൊയ്ത്ത് നടത്തിയ അട്ടപ്പാടിയിലെ ദീപ ജയശങ്കറിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. അതിനേക്കാൾ മനോഹരമായി വിളിക്കാം അട്ടപ്പാടിയുടെ നാഗി എന്ന കർഷകയെ അഭിമാനത്തോടെ വേദിയിലേക്ക്. കതിർ അവാർഡ് 2025 മികച്ച കർഷക പുരസ്കാരം സമ്മാനിക്കുന്നത് പത്മശ്രീ ഭരത് മമ്മൂട്ടി. നാഗിയുടെ അമ്മയും അച്ഛനും ഭർത്താവും കൂടി വേദിയിലേക്ക് വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുരസ്കാരം സമ്മാനിക്കുന്നു നമ്മുടെ മമ്മൂക്ക. പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡും സമ്മാനിക്കുന്നതിനായി മന്ത്രി ശ്രീ പി പ്രസാദ് അവരെ ക്ഷണിക്കുന്നു. പിന്നെ കൃഷിക്കായിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ പഠിക്കാൻ അച്ഛാമ്മ വിട്ടപ്പോഴും കൃഷിനെ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ച് ആ സമയത്ത് ചക്ക മാങ്ങ ഒക്കെ കിട്ടാത്ത സ്ഥിതിയിലായിരുന്നു. കിലോമീറ്റർ കണക്കാണ്. ഒരു 17 കിലോമീറ്ററിലെ ദൂരത്താണ് ഞാൻ ചക്ക എൻ്റെ ചെറിയ വയസ്സിൽ ഞാൻ ചുമന്ന് കൊണ്ടുവന്ന് റോഡില്ലാത്ത സമയത്താണ് അങ്ങനെയൊക്കെ ആയതിനാണ് കൃഷിയിൽ എനിക്ക് ഭയങ്കര താല്പര്യമായിട്ട് പഴം ഉള്ള മരങ്ങളെല്ലാം വെച്ച് ഓരോന്നും വെച്ച് എല്ലാ മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആ കൃഷി കാട്ടി. അതേപോലെ മില്ലറ്റിൻ്റെ കൃഷി, ആന, പന്നി എല്ലാ ശല്യമുണ്ട്. ഉണ്ടായാലും കൃഷി ആണ് കൂടുതലായിട്ട് താല്പര്യം. നഷ്ടം വന്നെങ്കിൽ ഇപ്പം സലീം സാറ് പറഞ്ഞതുപോലെ നഷ്ടം വന്നും എത്ര നഷ്ടം വന്നാലും കൃഷിനെ തള്ളാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോഴും. അപ്പം കൃഷിയുടെ പോയ വിത്ത് ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കണമെന്ന് ഒരു മനസ്സുണ്ട്. എല്ലാ മില്ലറ്റിൻ്റെ രാഗി, സാമ, സോള, വരക്, തെന, അതേപോലെ പയർ വർഗത്തിൽ എല്ലാം പയർ, ബീൻസ് എല്ലാ വിത്തുകളും തിരിച്ച് പിടിക്കണമെന്നൊരു ആഗ്രഹത്തോടെ ഇപ്പോഴും ഞാൻ കൃഷിക്ക് ഇറങ്ങി ചെയ്യുന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് ജോലിയിലേക്ക് പോയി എന്നെ സ്ഥലമാറ്റം കിട്ടി. അങ്ങനെ ആയോടി ഞാൻ എങ്ങോട്ടും പോകാതെ കൃഷിയിൽ തന്നെ എൻ്റെ ഒരു താല്പര്യം. ഭർത്താവിൻ്റെ ഒരു നല്ല മനസ്സിൻ്റെ ഒരു എല്ലാ സഹായം ഭർത്താവിൻ്റെ അച്ഛൻ്റെ അമ്മയും എല്ലാ കുടുംബത്തിൽ എല്ലാവരും എനിക്ക് നല്ലൊരു സപ്പോർട്ടുണ്ട്. അച്ഛനും അമ്മേനെ തീർന്ന് നല്ലൊരു കൃഷിക്കാരാണ്. അതേപോലെ എല്ലാവരും ഒരു സഹായത്തിന് ഇത് മുൻകൈയെടുത്ത് ഞാൻ ചെയ്യുന്നുണ്ട് പോയ വിത്ത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാനിതൊരു സന്തോഷം കൂടി പറഞ്ഞോട്ടെ. ഞാൻ വിചാരിച്ചില്ല 2 വാക്കിൽ കൂടുതലൊന്നും ഇത്രയും സംസാരിക്കുന്നത്. എല്ലാം മനസ്സിലായോ നിങ്ങൾക്ക്? എല്ലാം മനസ്സിലായില്ലേ? നല്ലൊരു കൈയടി നമ്മുടെ നാഗിയമ്മയ്ക്ക് കൊടുക്കണം. ഒപ്പം തന്നെ നമ്മൾ ഈ AV കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് മുഹാസിം, മാനേജിംഗ് പാർട്ട്ണർ KM ട്രാക്ടേഴ്സ്, Kadir Awards
2025 നിന്ന് പ്രായോജകരെ ഒരിക്കൽ കൂടി സ്നേഹാദരവ് നൽകിയാണ്. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു ശ്രീ വിജയൻ മാസ്റ്റർ, ചെയർമാൻ, ആൻഡ് ഡോക്ടർ വിനു വിജയൻ, മാനേജിംഗ് ഡയറക്ടർ, വിജയൻ മാസ്റ്റേഴ്സ് ആയുർവേദ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ശ്രീ PN ശ്രീനിവാസൻ, സായി ശങ്കര ശാന്തി കേന്ദ്രം കാലടി. വേദിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ഞങ്ങളുടെ സ്നേഹാദരം ഏറ്റുവാങ്ങാൻ. നന്ദി. Welcome to Manappuram Finance presents Kairali Kadir Awards 2025, brought to you by Manappuram Finance, powered by AGD Gold and Diamonds, coming soon at NH Bypass, Kochi. Kairali Agriculture Multi-State Cooperative Society, Vijayan Masters Ayurveda India Private Limited, packaging partner Tekena Technologies Private Limited, skill partner Daily Skills, in association with KSFE, സായി ശങ്കര ശാന്തി കേന്ദ്രം. കൈരളി കതിർ അവാർഡ്സ് 2025 ഇനി അടുത്തത് മികച്ച കർഷകനുള്ള കതിർ പുരസ്കാരം നേടിയത് ആരാണ് എന്നറിയാം. വെച്ചൂർ പശുവിനെ വളർത്താൻ ബ്രഹ്മദത്തൻ മുന്നോട്ട് വന്നത് 1995. ജനങ്ങൾക്ക് വളർത്താൻ കൊടുക്കുക എന്ന നയം സർവകലാശാലയ്ക്കുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം പിന്മാറിയില്ല. നീണ്ട അന്വേഷണത്തിനൊടുവിൽ 1997 പാതുവയിൽ നിന്നൊരു കിടാവിനെ കണ്ടെടുത്തു. അതിനെ വളർത്തി കേരളത്തിലെ ആദ്യത്തെ വെച്ചൂർ പശു കർഷകനായി മാറി. ഇതുവരെ 80ഓളം വെച്ചൂർ പശുക്കളെ കർഷകർക്ക് കൈമാറി. പാലക്കാടിന്റെ തനത് ഇനമായ അനങ്ങന്മല പശുക്കളുടെയും പ്രചാരകനാണ് ഇദ്ദേഹം. ഇതുവരെ 200 അനങ്ങന്മല പശുക്കളെ വളർത്തി കൈമാറി. പ്രീഡിഗ്രിക്ക് തോറ്റുപോയി. പഠിച്ച് ജയിക്കാനല്ല, ജീവിക്കാനായിരുന്നു തീരുമാനം. നിശ്ചയദാർഢ്യത്തിന്റെയും തനിമയുടെയും ആൾ രൂപമാണ് ബ്രഹ്മദത്തൻ. ഇലക്ട്രീഷ്യനും റെഫ്രിജറേറ്റർ മെക്കാനിക്കുമായി അച്ഛൻ നാരായണൻ നമ്പൂതിരി പ്രായാധിക്യം മൂലം കൃഷി നിർത്താൻ തീരുമാനിച്ചതോടെ കുടുംബത്തിന്റെ 15 ഏക്കർ കൃഷി ഏറ്റെടുത്തു. അന്ന് വയസ്സ് 25. കൃഷിയിൽ നാടൻ വിത്തിനങ്ങളിലേക്ക് തിരിഞ്ഞു. രാസവസ്തുക്കൾ ഒഴിവാക്കി സ്വയം തയ്യാറാക്കിയ ജൈവവളം ഉപയോഗിച്ചു. ജീവകാരുണ്യ പ്രവർത്തനവുമുണ്ട് ബ്രഹ്മദത്തന്. പ്രത്യാശ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ചെയർമാനാണ്. നേരത്തെ പറഞ്ഞ അപൂർവ ഇനം പശുക്കളുടെ പ്രചാരം ബ്രഹ്മദത്തന് ഒരു കച്ചവടമല്ല. ആവശ്യമുള്ള ആർക്കും അദ്ദേഹം വെച്ചൂർ അനങ്ങന്മല പശുക്കളെ കൊടുക്കും. കിട്ടിയ കിടാവിനെ വളർത്തി വലുതായി അത് പ്രസവിക്കുമ്പോൾ ആദ്യത്തെ കിടാവിനെ തിരിച്ചു കൊടുക്കണം എന്ന ഒറ്റ കരാറേയുള്ളൂ. സ്വാതന്ത്ര്യ സമര സേനാനിയും നവോത്ഥാന നായകനുമായ മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ കൊച്ചുമകനാണ് ഇദ്ദേഹം. മാപ്പിള ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച മലബാർ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുകയും അതേക്കുറിച്ച് ഏറ്റവും ചരിത്ര മൂല്യമുള്ള പുസ്തകങ്ങളിൽ ഒന്ന് ഖിലാഫത്ത് സ്മരണകൾ എഴുതുകയും ചെയ്ത മുത്തച്ഛന്റെ വ്യത്യസ്തത മറ്റൊരു മേഖലയിൽ കാത്തുസൂക്ഷിക്കുന്ന കൊച്ചുമകൻ. ഞങ്ങൾ അഭിവാദനം ചെയ്യുന്നു ഈ വേറിട്ട കർഷകനെ. വെച്ചൂർ അനങ്ങന്മല പശുക്കളുടെ നിസ്വാർത്ഥനായ ഈ പ്രചാരകനെ. കൃഷിക്കാരൻ മൂല്യങ്ങൾ കൂടിയാണ് നട്ടുവളർത്തുന്നത് എന്ന് തെളിയിക്കുന്ന
ഈ നിറഞ്ഞ ഗ്രാമീണതയിൽ. മികച്ച കർഷകനുള്ള 2024 കൈരളി കതിർ പുരസ്കാരം എം ബ്രഹ്മദത്തന്. നന്ദി. ഇനി കേൾക്കാം ശ്രീ എം ബ്രഹ്മദത്തന്റെ വാക്കുകൾ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന മമ്മൂട്ടി അവറുകളുടെ ഒരു സിനിമയിൽ അയാൾ കഥ പറയുകയാണ് എന്നൊരു സിനിമയിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്. ആ വാചകമായിരിക്കാം എനിക്കിവിടെ ഏറ്റവും ഉചിതമായി തോന്നുന്നത്. ഒരു നിയോഗം എന്നുള്ളത് നമ്മളാരും ജീവിതത്തിൽ ഉദ്ദേശിച്ച കാര്യങ്ങളിലൊന്നല്ല നമ്മൾ എത്തിപ്പെടുക. അത്തരത്തിലൊരു നിയോഗത്തിലാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. ക്യാഷ് അവാർഡ് എനിക്ക് തന്നത് ഒരു വെച്ചൂർ പശുപരിപാലകൻ കൂടിയാണ് എന്നുള്ളതാണ്. അതൊരു പക്ഷേ ഇവിടെ പലർക്കും അറിയുണ്ടാവില്ല. കാരണം മികച്ച നടനുള്ള കേന്ദ്ര പുരസ്കാരം കിട്ടിയപ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു വെച്ചൂർ പശുവിനെ കൊടുത്തിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴും കൈവശമുണ്ടെന്ന്. അത് ആരും ഇവിടെ പറഞ്ഞു കാണില്ല. അപ്പോൾ ഒരു വെച്ചൂർ പശുവിനെ തന്നെ സംരക്ഷിക്കുന്ന ഒരാളിൽ നിന്നും അത്തരത്തിലൊരു പുരസ്കാരം കിട്ടിയത് എന്തായാലും വളരെ സന്തോഷം. കൈരളി കതിർ പുരസ്കാരത്തിന് ഞങ്ങൾക്കൊപ്പം നിന്ന മറ്റ് പ്രായോജകർക്ക് കൂടി സ്നേഹാദരങ്ങൾ നൽകേണ്ടുന്ന സമയമാണ്. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ സുബിലാൽ കെ, ഫൗണ്ടർ ആൻഡ് CEO, ആൻഡ് ശ്രീമതി ഷീബ സുബിലാൽ, കോ ഫൗണ്ടർ ഡെയിലി സ്കിൽസ്. വേദിയിലേക്ക് ക്ഷണിക്കുന്നു മമ്മൂക്കയിൽ നിന്ന് സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിനായി. പ്രോത്സാഹിപ്പിക്കണ്ടേ? അപ്പം നമ്മുടെ കൈയടി അവർക്ക് കൊടുക്കണമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും താങ്ക് യു. അടുത്തതായി ശ്രീ ജോസൂട്ടി സേവിയർ, മാനേജിംഗ് ഡയറക്ടർ, റെലിയൻ ക്രെഡിറ്റ്സ് ഇന്ത്യ ലിമിറ്റഡ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മലയാളികൾക്ക് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത ഒരു കലാകാരി വേദിയിലുണ്ട്. നിങ്ങൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. പ്രസീത ചാലക്കുടി. പ്രസീത ചാലക്കുടി ആടിത്തിമിർത്ത നാടൻ പാട്ടുകൾ പലതും നമ്മുടെ ഇടനെഞ്ചിലുണ്ട്. കേട്ടാൽ നമ്മൾ കൂടെ പാടും, ഒന്ന് ആടിപ്പോകും. കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായ നാടൻ പാട്ടുകൾ ജനകീയമാക്കിയ ഫോക്ലോർ അക്കാദമി എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം കൂടിയായ ഈ കലാകാരി ഇന്ന് നമ്മുടെ വിശിഷ്ട അതിഥിയായി വേദിയിലുണ്ട്. ആദ്യം പ്രസീത ചാലക്കുടിക്ക് സ്നേഹാദരങ്ങൾ നൽകുന്നതിനായി ശ്രീ മമ്മൂക്കയെ ക്ഷണിക്കുന്നു. Welcome to Manappuram Finance presents Kairali Kadir Awards 2025, brought to you by Manappuram Finance, powered by AGD Gold and Diamonds, coming soon at NH Bypass, Kochi. Kairali Agriculture Multi-State Cooperative Society, Vijayan Masters Ayurveda India Private Limited, packaging partner Tekena Technologies Private Limited, skill partner Daily Skills, in association with KSFE, സായി ശങ്കര ശാന്തി കേന്ദ്രം. ഇനി നമ്മളെല്ലാവരും കാത്തിരുന്ന അപ്രധാന നിമിഷത്തിലേക്ക് കടക്കുകയാണ്. കൈരളി ചെയർമാൻ്റെ പ്രത്യേക അവാർഡാണ് അടുത്തത്. പത്മശ്രീ ഭരത് മമ്മൂട്ടി ഈ വർഷം പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത് ആരെയാണ് എന്നറിയാനുള്ള നിമിഷം. വീഡിയോയിലേക്ക്. കേരളത്തിന് ഒരു ട്രാൻസ്പേഴ്സൺ കൃഷിക്കാരിയും കാർഷിക സംരംഭകയുമുണ്ട്. ആലപ്പുഴ ജില്ലയിലെ മുളക്കുഴയിലെ ശ്രാവന്തിക.
വിഷ്ണു എന്ന ആൺകുട്ടിയായി ജീവിക്കുമ്പോഴേ ശ്രാവന്തികയ്ക്കുള്ളിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. +2 പഠിക്കുമ്പോൾ കൊറ്റൻകുളങ്ങരയിൽ ചമയ വിളക്കെടുത്ത് പെൺവേഷം കെട്ടിയ ആണുങ്ങളുടെ ആ അനുഷ്ഠാന വേദിയിൽ വെച്ച് പെൺ ജീവിതം തിരഞ്ഞെടുക്കാൻ ഉള്ളുകൊണ്ട് തീരുമാനിച്ചു. പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് ആയതിനു ശേഷമാണ് ട്രാൻസ് വ്യക്തിത്വം പരസ്യപ്പെടുത്തുന്നത്. അമ്മ പൊന്നമ്മയ്ക്ക് ആ ചെയ്തിയോട് യോജിപ്പില്ലായിരുന്നു. അച്ഛൻ ശിവനും വേദനയുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ശ്രാവന്തിക ഒരു വാക്ക് കൊടുത്തു. ഏത് വ്യക്തിത്വം സ്വീകരിച്ചാലും ആത്മാഭിമാനത്തോടെ ജീവിക്കും. അച്ഛനെയും അമ്മയെയും പൊന്നുപോലെ കാക്കുകയും ചെയ്യും. ഇന്ന് ശ്രാവന്തിക അഭിമാനിക്കുന്നു. 4 വർഷം മുമ്പ് ക്യാൻസർ പിടിച്ചു മരിച്ച അമ്മയെ അവസാന കാലത്ത് ഒരു കുഞ്ഞിനെ നോക്കും പോലെ നോക്കാനായി. വിഷ്ണു ശ്രാവന്തിക ആയതുകൊണ്ടാണ് അത് കഴിഞ്ഞത്. കൂലിപ്പണിക്കാരനായിരുന്ന അച്ഛനും അച്ഛൻ്റെ അമ്മ അമ്മിണിയും ഇന്ന് ശ്രാവന്തികയോടൊപ്പം സംതൃപ്തിയോടെ ജീവിക്കുന്നു. അനുജത്തിയെ മാനമായി പഠിപ്പിച്ച് വിവാഹം കഴിച്ചയച്ചു. ഇതെല്ലാം നടന്നത് ശ്രാവന്തിക ജോലി ചെയ്തിട്ടാണ്. ശ്രാവന്തിക ആയതിന് പിറകെ മോട്ടോർ മെക്കാനിക്കായ അരുൺ ജീവിത പങ്കാളിയായി. പിന്നാലെ അപകടത്തിൽ പരിക്കേറ്റ് അരുണിന് ജോലി ചെയ്യാൻ കഴിയാതായി. അരുണിനെ പരിചരിക്കാൻ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. ആ പരീക്ഷണ ഘട്ടത്തിലാണ് ട്രാൻസ് പേഴ്സൺസിനെ സഹായിക്കുന്ന മർത്തോമ സഭയുടെ നവോദയ പദ്ധതി സഹായത്തിനെത്തിയത്. അവർ 2.25 ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകി. 1400 രൂപ ചെലവിട്ട് അവിടെ 50 വാഴ വെച്ചു. ശ്രാവന്തികയും അച്ഛനും അമ്മുമ്മയും ചികിത്സ കഴിഞ്ഞ് ആരോഗ്യം വീണ്ടെടുത്ത അരുണും അവിടെ പണിയെടുത്തു. 4 വർഷം കഴിയാറാകുന്നു. മുളക്കുഴ ട്രാൻസ് ഫാമിൽ ഇന്ന് വാഴയ്ക്കൊപ്പം മഞ്ഞളും ചേനയും കൂണുമൊക്കെയുണ്ട്. പശുവും ആടും കോഴിയും താറാവും മീനുമുണ്ട്. തേനീച്ച വളർത്തൽ തുടങ്ങാൻ പോകുന്നു. ശ്രാവന്തികയ്ക്ക് ഒരു സംരംഭമുണ്ട്, നാട്ടുരുചി. അച്ചാറുകളും ചമ്മന്തിപ്പൊടിയും ചക്ക വരട്ടിയതും ശർക്കര വരട്ടിയതും അവിൽ നനച്ചതും വിപണിയിലിറക്കുന്നു. വാടക വീടുകളിൽ കഴിഞ്ഞ ശ്രാവന്തികയുടെ കുടുംബം ഫാമിൽ തന്നെയുള്ള സ്വന്തം വീട്ടിൽ അന്തി ഉറങ്ങുന്നു. പ്രത്യേക പുരസ്കാരത്തിന് പത്മശ്രീ ഭരത് മമ്മൂട്ടി തെരഞ്ഞെടുക്കുന്നു. അച്ഛനും അമ്മയ്ക്കും കൊടുത്ത വാഗ്ദാനം, ഏത് വ്യക്തിത്വം സ്വീകരിച്ചാലും ആത്മാഭിമാനത്തോടെ ജീവിക്കും, നിങ്ങളെ പൊന്നുപോലെ കാക്കും എന്ന വാഗ്ദാനം. അക്ഷരാർത്ഥത്തിൽ അത് പാലിച്ച ഈ പ്രതിജ്ഞാ പാലകയെ ഒരു കാലത്ത് ചിലരെങ്കിലും പരിഹസിച്ച സ്വന്തം നാട്ടിൽ എല്ലാവരുടെയും അംഗീകാരവും ആദരവും നേടി ജീവിക്കുന്ന ഈ അഭിമാനിനിയെ ട്രാൻസ് പേഴ്സൺസിന് മറ്റാരെയും പോലെ ജീവിക്കാം എന്ന് തെളിയിച്ച ഈ നവകാല മാതൃകയെ കൈരളി ചെയർമാന്റെ പ്രത്യേക പുരസ്കാരം ശ്രാവന്തികയ്ക്ക്. ഒരു മിനിറ്റിലാണ് നമ്മൾ ഇത് കണ്ടതെങ്കിലും ജീവിതത്തിന്റെ മുഴുവൻ കഥകളും ജീവിതവും മനസ്സിലൂടെ കയറിയിറങ്ങിയതിന്റെ നിറകണ്ണുകളോടെയാണ് നമ്മളുടെ മുന്നിലിരിക്കുന്നത്. കൈരളി കഥ ചെയർമാന്റെ പ്രത്യേക പുരസ്കാരം സ്വീകരിക്കുന്നതിനായി കായംകുളം സ്വദേശി ശ്രാവന്തികയെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ച ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നും കർഷക എന്ന നിലയിൽ ദേശീയ ശ്രദ്ധ നേടിയ ഇവർക്കും മാതൃകയായ മിടുക്കിയായ ശ്രാവന്തികയെ പത്മശ്രീ ഭരത് മമ്മൂട്ടിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് അഭിമാനപൂർവ്വം ക്ഷണിക്കുന്നു. പുരസ്കാരം സമ്മാനിക്കുന്നത് പത്മശ്രീ ഭരത് മമ്മൂട്ടി. പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡും സമ്മാനിക്കുന്നത് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP. വേദിയിലും സദസ്സിലിരിക്കുന്ന
എല്ലാ പ്രിയപ്പെട്ടവർക്കും ബഹുമാനിയർക്കും എൻ്റെ പ്രത്യേകം നന്ദിയും സ്നേഹം അറിയിക്കുന്നു. എന്ത് പറയണമെന്നറിയില്ല, പക്ഷെ ഒരുപാട് സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ എൻ്റെ ഉള്ളിലെ തേങ്ങ എന്നെ അനുവദിക്കുന്നില്ല. കാരണം ഒരുപാടുണ്ട്. കാരണം എൻ്റെ അമ്മയും എൻ്റെ കൂടില്ല. കാരണം വളരെ ന്യൂനപക്ഷമായി നിൽക്കുന്ന കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രതിനിധിയായി ആത്മാഭിമാനത്തോടെ ജീവിക്കുക എന്നത് നമ്മുടെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുക അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. എങ്ങനെ ജീവിക്കുന്നതിലല്ല, ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നതിലാണ് കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പ്രിവിലേജും ഇല്ലാതെ, സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാതെ, മാർത്തോമ സഭയുടെ 2.25 ഏക്കർ സ്ഥലത്ത് ഇത്രയധികം കഷ്ടപ്പെട്ട് രാത്രിയും പകലും ഉറക്കമില്ലാതെ പന്നിയുടെയും ഒക്കെ ശല്യത്തിൻ്റെ പുറത്തും ഗവൺമെൻറ്റിൻ്റെ മാത്രം സഹായത്തോടെ ഓരോ പടിപടിയായി കൃഷി ചെയ്ത് ഈ 4 വർഷമായിട്ട് ഒരു ആദരവിനും ഒരു അംഗീകാരത്തിനും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ഒരാദരവും നമ്മൾ ചോദിച്ച് വാങ്ങേണ്ടതല്ല, അത് നമ്മളെ തേടി എത്തേണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ അമ്മ ഇന്ന് എൻ്റെ കൂടില്ല എന്നുള്ള ഒരൊറ്റ സങ്കടമാണ് എനിക്ക് ഈ കരച്ചിലിങ്ങനെ കണ്ടിന്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് പ്രൗഡാണ് ഞാൻ. കാരണം ഞാൻ അവരൊരു മകനെ കണ്ടു വളർത്തിയ ഞാൻ എൻ്റെ സ്വത്വം തിരിച്ചറിഞ്ഞ് ഞാൻ എൻ്റെ സ്വത്വത്തിനനുസരിച്ച് ജീവിച്ചപ്പോഴും ഞാൻ അവരെ കൈവിടാതെ അവർക്ക് കൊടുത്ത വാക്ക് ഇന്ന് ഞാൻ പാലിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഒന്നുമല്ലാത്ത സമയത്ത് 8 വർഷം മുമ്പ് എൻ്റെ ജീവിത പങ്കാളിയായി ചേർന്ന അദ്ദേഹവും അതുപോലെ തന്നെ ഒരു കുറവും കൂടാതെ എൻ്റെ കൂടെ ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എന്നെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അത് ഒരുപാട് നന്ദികേടാണ്. അതുപോലെ എൻ്റെ ചേച്ചിയും അനിയനും ഒക്കെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. കാരണം ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെങ്തും ഓരോ കാര്യങ്ങൾ വെക്കുമ്പോഴും തിരിച്ചറിവുകൾ ഓരോന്ന് പറഞ്ഞു തരുന്നത് എൻ്റെ ചേച്ചിയും എൻ്റെ അനിയനും ഉണ്ട്. വളരെ ന്യൂനപക്ഷമായി നിൽക്കുന്ന ഈ മനുഷ്യന് ഇത്ര കിട്ടുന്നത് അതിൽ പരം ഒന്നും ഇല്ല എനിക്ക്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മമ്മൂക്കയോടും കൈരളി ചാനലിനോടും വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. കുടുംബം വന്നിട്ടുണ്ടോ? ഫാമിലി എന്ന് വന്നിട്ടുണ്ടോ? ചേച്ചി അനിയനും ഉണ്ട്. ഇങ്ങോട്ട് വരാൻ പറയും. ആണ്ടെ നമ്മള് ശ്രാവന്തികയ്ക്കും കുടുംബത്തിനും ഹൃദയത്തിൽ നിന്നുള്ളൊരു ബിഗ് സല്യൂട്ട്. ഒരുപാട് സന്തോഷം, സ്നേഹം. താങ്ക് യു സോ മച്ച്. ഇനി എല്ലാവരും കാത്തിരുന്ന ആ നിമിഷത്തിലേക്ക്, ആ വാക്കുകളിലേക്ക് കടക്കാം. നമുക്ക് ക്ഷണിക്കാം നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയെ. പലരും പ്രസംഗം കേട്ട് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സ്ഥലം വിട്ടവരുണ്ട്. ഇനി എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി കാത്തിരിക്കുന്നവരുണ്ട്. ഏതായാലും ഈ അവസാന പ്രസംഗം വയ്ക്കുന്നത് ഈ ജേതാക്കളെ കൂടെ അഭിനന്ദിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ ആദ്യമേ പ്രസംഗിച്ചു പോയാൽ അവരോട് 2 നല്ല വാക്ക് പറയാൻ പറ്റാതെ പോവും. അതുകൊണ്ടാണ് ഞാൻ അവസാനം തിരഞ്ഞെടുക്കുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ മഹാന്മാരായ പ്രസംഗരെല്ലാവരും നല്ല നല്ല പോയിൻറ്റ്സുകളെല്ലാം പറഞ്ഞ് കയ്യടി വാങ്ങിച്ചുകൊണ്ട് പോവും. പക്ഷേ ഈ പരിപാടി ഒരു കയ്യടി വാങ്ങിക്കൽ മാത്രമല്ലാത്തതുകൊണ്ട് ഞാനതങ്ങ് സഹിച്ചു. ഈ കൈരളിയുടെ അവാർഡുകൾ ആണ് കൈരളിയുടെ ഒരു പ്രത്യേകത. നമ്മുടെ വേറിട്ട ചാനൽ പോലെയാണ് പേരെന്ന് പറയുന്നത് പോലെ വേറിട്ട അവാർഡുകളുമാണ് നമുക്ക് ഡോക്ടേഴ്സ് അവാർഡ്, വനിതാ യുവ സംരംഭകർക്കുള്ള അവാർഡ്, മികച്ച സാങ്കേതിക സംരംഭകർക്കുള്ള അവാർഡ്, കർഷകർക്കുള്ള അവാർഡ്, ഇങ്ങനെയുള്ള അവാർഡുകളാണ് കൈരളി കൊടുക്കുന്നത്. അതിൽ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട എല്ലാ അവാർഡുകളിലും എല്ലാ ഡോക്ടേഴ്സായാലും ശരി, വനിതാ യുവ സംരംഭകരായാലും ശരി, ഇന്നോടെക്കിൻ്റെ സാങ്കേതിക സംരംഭകരായാലും ശരി, അവരൊക്കെ സാങ്കേതിക വിദഗ്ധരാണ്. അവരെയൊക്കെ നമുക്ക് വളരെ കുറച്ച് സമയത്തെ ആവശ്യമുള്ളൂ. പക്ഷേ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരിക്കലും അകറ്റി നിർത്താനോ മാറ്റി നിർത്താനോ പറ്റാത്ത ഒരു വിഭാഗമാണ് നമ്മുടെ കൂട്ടത്തിലുള്ള.
നമ്മളിൽ പലരും കർഷകരാണ്. ഞാനും പേരിന് കർഷകനാണ്. എനിക്കുമുണ്ട് ഈ പറഞ്ഞ പോലെ കുരുമുളകും ഏലവും. പക്ഷേ ഞാൻ അങ്ങനെ പോയി കൃഷി ചെയ്യണമല്ല. എനിക്കൊരു കൃഷി സ്ഥലമുണ്ട്, അവിടെ കുറച്ച് കൃഷി ചെയ്യുന്നുണ്ടെന്നല്ലാതെ നേരിട്ട് മണ്ണിലിറങ്ങി കൃഷി ചെയ്യുന്ന ഒരു കർഷകനല്ല ഞാൻ. എനിക്കതിനുള്ള അവസരങ്ങളില്ല എന്നേ ഉള്ളൂ. ഇവിടെ പലരും സലീം കുമാർ അഭിനയം നടത്തി കൃഷി തുടങ്ങി പല പ്രാവശ്യമായി. 10-15 കൊല്ലമായിട്ട് പുള്ളി അഭിനയവും കൃഷിയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ കൃഷി കൊണ്ട് അഭിനയത്തിന് പോകാൻ പുള്ളിക്ക് താല്പര്യമില്ല. കാരണം കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ളൊരു പണിയായതുകൊണ്ടാണെന്ന് തോന്നുന്നു. കൃഷി എളുപ്പമാണ്, കൂടുതൽ വരുമാനമുണ്ടെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. പക്ഷേ ശ്രീകുമാർ വളരെ ആത്മാർത്ഥതയുള്ളൊരു കർഷകനാണ്. സലീം കുമാറിനെ ഞങ്ങൾ ഈ കൃഷിക്കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. സലീം കുമാറിൻ്റെ പൊക്കാളി കൃഷി എനിക്കും എൻ്റെ പാരമ്പര്യമായിട്ട് കിട്ടിയ സ്ഥലത്തുള്ളൊരു കൃഷി എൻ്റെ ചെറുപ്പകാലത്ത് നടത്തിയിരുന്നത് പൊക്കാളിയാണ്. പക്ഷേ അതിന് പൊക്കാളി എന്നല്ല നമ്മൾ പറയുന്നത്, ചെട്ടിവിരിപ്പെന്നാണ്. ഇതേപോലെ തന്നെയാണ് കണ്ണി കെട്ടി അതിന് മുകളിൽ വിത്ത് പാകി പിന്നീട് അത് വെട്ടി നിരത്തി ഈ പറഞ്ഞ പോലെ കായൽ വെള്ളം വന്ന് ഒരു വെള്ളത്തിലെ കൃഷിയാണ്. അത് തന്നെയാണ് പറയുന്നത്. അതിനിപ്പോൾ കർഷകരില്ല, കൃഷി ചെയ്യാനാളില്ല എന്ന അവസ്ഥയാണ്. കൃഷി ചെയ്യാനില്ലാത്ത ആൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള നെല്ല് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. കേരളത്തിൽ നമ്മൾ ഉണ്ണുന്ന നെല്ല് 99% നമ്മളുണ്ടാക്കുന്നതല്ല. കുറച്ചെങ്കിലും നമ്മുടെ നെല്ല് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട്, വയനാട്, കുട്ടനാടൊക്കെയാണ്. അവിടെയൊക്കെ കൃഷി വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. കർഷകർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ടൊരിക്കൽ പറഞ്ഞതാണ്, അത് അവിവേകമായി പോയി എന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. പച്ചക്കറിക്കും അരിക്കുമൊക്കെ വില കൂട്ടണം, എന്നാലേ കൃഷി ചെയ്യാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. എന്നാലേ നമ്മൾക്ക് ഭക്ഷണം കഴിയാൻ മറ്റുള്ള കള്ളിന് വില കൂടിയാൽ പോലും ഒരു പരാതിയില്ല. പക്ഷേ അരിക്കും വില കൂടിയാൽ കുഴപ്പമാണ്, കേസ് സമരമാണ്, സർക്കാർ താഴെ ഇറങ്ങണം, അങ്ങനത്തെ പല പരിപാടികളാണ്. അങ്ങനെയല്ല, നമ്മുടെ നമുക്ക് ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നവർക്കും കുറച്ചുകൂടെ പ്രോത്സാഹനമായി നമ്മുടെ ഉപഭോക്താക്കൾ കുറച്ചുകൂടെ ആത്മാർത്ഥതയോടെ നിൽക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതൊരു വേറെ ചില രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. എനിക്ക് ഞങ്ങളുടെ ഈ കർഷക അവാർഡായാലും കൈരളിയുടെ വലിയൊരു അഭിമാനമാണ്. കാരണം നമ്മുടെ കർഷകരെയും നമ്മുടെ ഭാരതം കർഷകരുടെ കൃഷിയുള്ള നാടാണെന്നൊക്കെയാണ് വെപ്പ്. പണ്ടുകാലം മുതൽ ഗാന്ധിജിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾ മുഴുവൻ ഗ്രാമങ്ങളിലാണ്, കർഷകരിലാണ്, പാടത്താണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അവിടെയൊന്നും ആരുമില്ല. എല്ലാവരും കൃഷി അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്സ്യൂളായാലും ശരി, അതിന് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിലേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡാറ്റ ആയാലും ശരി, ഫ്ലോപ്പി ഡിസ്ക് ആയാലും ശരി, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കിട്ടുന്ന ലൈക്കും ഒക്കെ കഴിച്ചാണ് നമ്മളിപ്പോൾ തൽക്കാലം ജീവിച്ചു പോകുന്നത്. കുറേ കഴിയുമ്പോൾ ലൈക്കും ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ജീവിക്കും എന്നുള്ളതിനെ പറ്റി ഒന്ന് ആലോചിക്കണം. കാലത്തും വൈകുന്നേരം ഒരു 10-40 ലൈക്കും ഉണ്ടെങ്കിൽ കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ 1 കിലോ അരി കിട്ടും എന്ന് വിചാരിച്ച് ലൈക്കിന് വേണ്ടി കാലത്ത് മുതൽ വൈകുന്നേരം വരെ കാത്തു കുത്തിയിരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും പാടത്ത് കുത്തി വെച്ചാൽ വൈകുന്നേരം ഉണ്ണാനുള്ള അരിയെങ്കിലും ഉണ്ടാകും. ഈ ലൈക്ക് കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല. ഞാൻ ഇതുവരെ നമുക്ക് ലൈക്ക് കൊണ്ടേ കൊടുത്തിട്ട് ആരും 10 പൈസ തന്നിട്ടില്ല. അതുകൊണ്ട് ആ സമയം കൂടെ എന്തെങ്കിലുമൊക്കെ പാടത്തോ വീട്ടിലോ പറമ്പിലോ ഒക്കെ കുത്തിവെച്ചാൽ അത്യാവശ്യം കറിക്കുള്ള പച്ചക്കറിയെങ്കിലും നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം. പിന്നെ പുരുഷന്മാർക്ക് പാടത്തെ പണി കഴിയുമോ എന്നൊന്നും വിചാരിക്കേണ്ട. വൈകുന്നേരം പണിയും കഴിഞ്ഞ് വീട്ടിൽ വന്നാലും അത്യാവശ്യം ഇത്തിരി വെള്ളം കോരുകയോ അല്ലെങ്കിൽ വെള്ളം ഇറക്കുകയോ അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് കുത്തി കൊടുക്കുകയോ ഒക്കെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അല്ലാതെ സ്ത്രീകളെ തന്നെ ഏൽപ്പിക്കേണ്ട. സ്ത്രീകൾക്കാണിതൊക്കെ അടുക്കളത്തോട്ടം ചാർജ് എന്നും പറഞ്ഞ് നമ്മൾ പുരുഷന്മാർ മാറി നിൽക്കേണ്ട. പുരുഷന്മാർക്കും ചെയ്യാവുന്ന ജോലികളേ ഉള്ളൂ. ഇപ്പോൾ കണ്ട കർഷകന്മാരും എല്ലാം മേഘാവന്മാരും കൂടുതലും പുരുഷന്മാരും സ്ത്രീകളും ചേർന്നിട്ടുള്ള കൃഷിയാണ് ചെയ്യുന്നത് കുടുംബമായിട്ട്. എനിക്ക് ഈ കർഷകരോട് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം പല ആളുകളും അതിൽ നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഈ ഉപേക്ഷിച്ചിട്ട് കൃഷിയിലേക്ക് പോകുന്നത്. അതൊക്കെ ഒരു വലിയ ധൈര്യം തന്നെ. അങ്ങനെയുള്ള കുറേ ധൈര്യമുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ധൈര്യമില്ലാത്ത മണ്ടന്മാരും എല്ലാം കഴിച്ചു പോകുന്നത്. എനിക്ക് ഈ പരീക്ഷണ കർഷകൻ അയ്യൂബ് തോട്ടോളി എന്ന് പറഞ്ഞ ആളെ കണ്ടപ്പോൾ അയാൾ നല്ല ജോലിയൊക്കെ ഉള്ള ആളെ നമ്മുടെ നാട്ടിലേക്കാണ് ഇവന് വേറെ വല്ല പണിയുണ്ടോ, ഇങ്ങനെ വല്ല ആവശ്യമുണ്ടോ, ബുദ്ധിശൂന്യത 2 മക്കളും ഒക്കെ ഉണ്ട് എന്ന് പറയും. നമ്മൾ അയാളെ ചീത്ത പറയും. അയാൾ പക്ഷേ യഥാർത്ഥത്തിൽ പ്രൂവ് ചെയ്താണ് എനിക്ക് മറ്റ് തൊഴിലിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കി എൻ്റെ കുടുംബം പുലർത്താനും എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വയനാടെന്ന് പറയുമ്പോൾ വയലുകളുടെ നാടാണല്ലോ. അപ്പോൾ അവിടുത്തെ കൃഷിയല്ലാതെ ഏറ്റവും ഭംഗിയായി ചെയ്യാൻ പറ്റുന്നൊരു ജോലി ഇല്ലാത്തതുകൊണ്ടാണ് പുള്ളി
അവിടെ തന്നെ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ അത് മാത്രമല്ല, ഇത് കുരുമുളകും ഏലവും കാപ്പിക്കുമൊക്കെ നല്ല വിലയുള്ള കാലമാണ്. അതുകൂടെ അറിയണം. ഇപ്പോൾ ഇന്നലത്തെ പേപ്പറിലും വില കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അയ്യൂബിനൊക്കെ കുറച്ചുകൂടെ സന്തോഷമായിട്ട് ഇനി വീണ്ടും ഇത് തുടരാം. ഇതൊന്ന് കുറയാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇച്ചിരി കുരുമുളകും കാപ്പിയൊക്കെ എനിക്കുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ഈ മറ്റത് ഇതും വയനാട്ടിലാണ് കേട്ടോ, നമ്മുടെ ദീപ ജയശങ്കർ. അത് വലിയൊരു അത്ഭുതമാണ്. കാരണം വളരെ അട്ടപ്പാടിയാണ്. എന്നാലും അട്ടപ്പാടി കൃഷിയില്ലാത്ത സ്ഥലമൊന്നുമില്ലല്ലോ അല്ലേ? അട്ടപ്പാടി തെറ്റിപ്പോയെന്നല്ലേ ഉള്ളൂ. ഞാനിപ്പോൾ അട്ടപ്പാടിയിൽ നിന്ന് മാറി വയനാട്ടിൽ പോകാൻ നോക്കൂ. അട്ടപ്പാടിയിൽ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ഈ ഭൂമിയുടെ അവകാശികളാണ്. ഈ അട്ടപ്പാടിയുള്ള ഇവരൊക്കെ, നമ്മളൊക്കെ ഭൂമി കാശ് കൊടുത്ത് മേടിച്ചാൽ ഇവർക്ക് ജന്മം കിട്ടിയവരാണ് ഇവരൊക്കെ. ഈ ഭൂമിയിൽ തന്നെ ജനിച്ച് ഇവിടെയുള്ള ആൾക്കാരാണ്. നമ്മളൊക്കെ പലരും ചരിത്രപരമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ വേറെ എവിടെ നിന്നൊക്കെ വന്നവരാണ്. അപ്പോൾ ഈ ദീപയും കൂട്ടരുമൊക്കെ ഇവിടെ ഈ നാടിൻ്റെ അവകാശികൾ. അപ്പോൾ അവർക്ക് ആ അവകാശമുണ്ട്. പക്ഷേ അവർക്ക് ഭൂമിയുടെ അവകാശം ഇപ്പോഴും കിട്ടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവകാശികൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എന്നാലും അവകാശം സ്ഥാപിച്ച് അവിടെ കൃഷി ചെയ്ത് ഞങ്ങൾ ഈ നാടിനെ പോറ്റുമെന്നുള്ള ദൃഢ തീരുമാനത്തിലാണ് ദീപ ജയശങ്കറും കുടുംബമൊക്കെ. അത്ഭുതം തോന്നുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഭർത്താവിൻ്റെ ജോലിയും പിടിച്ചു പറിച്ച് മാറ്റി വെച്ചിട്ടാണ് എപ്പോഴും ചെയ്യുന്നത്. അദ്ദേഹത്തിന് ചെറിയ ജോലിയൊക്കെ ഉണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. മിസ്റ്റർ ബ്രഹ്മദത്തൻ്റെ ജീവിതം കണ്ടുകഴിയുമ്പോൾ നമുക്ക് കൊതി വരും. കാരണം വേറെ വേണമെങ്കിൽ ഒരു ധനികനും ധനാഠ്യനും ജന്മിയൊക്കെ ആയിട്ട് ജീവിക്കാവുന്ന ഒരാളാണ്. ആളുകളെ വെച്ച് കൃഷി ചെയ്തൊക്കെ. പക്ഷേ ഇദ്ദേഹം തന്നെ പശുക്കളെയും ചെടികളെയും ഒക്കെ താലോലിച്ച് വളർത്തി അതിലുള്ള സന്തോഷം കണ്ട് ഒരു കർഷകന് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത്, നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരിക്കലെങ്കിലും ഒരു ചെടി വെച്ചിട്ടുള്ളവരായിരിക്കുമല്ലോ. ഈ ചെടിക്ക് ഒരു ആദ്യത്തെ മുള വരുന്നത്, ആദ്യത്തെ പൂവിടുന്നത് പോലുള്ള സന്തോഷം ലോട്ടറി അടിച്ചാൽ പോലും ഉണ്ടാവില്ല. എനിക്ക് അനുഭവം പറയുന്നു. രാവിലെ എഴുന്നേൽക്കുന്നത് ഈ ചെടിക്ക് പൂ വന്നോ കായ വന്നോ മുള വന്നോ എന്നൊക്കെ നോക്കും. ഈ കർഷകൻ്റെ മനസ്സുണ്ടെങ്കിൽ അത് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണ്. നമ്മളീ പറഞ്ഞ പോലെ പ്രസംഗം കേട്ടച്ചും അങ്ങ് പോകും. ഇവരൊക്കെ അത് ശരിക്കും അത് ഫീൽ ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളോടൊക്കെ നമുക്ക് അസൂയല്ല, ബഹുമാനമാണ്. തീർച്ചയായിട്ടും ഈ അവാർഡ് ജേതാക്കളോട് എല്ലാവരോടും എനിക്ക് ബഹുമാനമാണ്. എല്ലാവരോടും ഞാൻ ആദരിച്ചു കൊള്ളുന്നു സന്തോഷപൂർവ്വം. പിന്നെ സ്വാവന്തികയെ സ്വയം അവരുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ തന്നെ സാധിച്ചിട്ടുണ്ട്. അവരോടുള്ള അവഗണനയോ പരിഗണനയോ ഉണ്ടായാലും ഇല്ലെങ്കിലും അതിന് മുന്നോട്ട് സ്ഥലമില്ല, ഭൂമിയില്ല, സഹായിക്കാൻ ആളില്ല, അങ്ങനെയുള്ള അടുപ്പമുള്ള ആളുകളിലെങ്കിലും ജീവിതത്തോട് മല്ലിട്ട് ഭൂമിയോട് മല്ലിട്ട് ജീവിതം നേടിയെടുത്തത് ഒരു ട്രാൻസ്ജെൻഡറാണ്. മുഴുവൻ സമയം കർഷകയാണ്. അത്ഭുതം തോന്നുന്നു നമുക്ക്. ഇതൊരു പരാധീനതയായി കൊണ്ടു നടക്കാതെ ഇതൊരു കഴിവായി കൊണ്ട് അല്ലെങ്കിൽ ഒരു കരുത്തായി കൊണ്ടു നടന്ന് ജീവിതത്തിൽ വിജയിച്ച് കാണിച്ചു കൊടുത്ത ശ്രാവന്തിക അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. ശ്രാവന്തിക ഇവിടെ നിന്ന് കരഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ശ്രാവന്തിക എന്തിനാ കരയുന്നത്? ശ്രാവന്തിക ചിരിക്കുകയല്ലേ വേണ്ടത്? ഇത്രയൊക്കെ നേട്ടം ഉണ്ടായ ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് ആർക്കും ഇല്ല. യു ഷുഡ് ബി ഹാപ്പിയർ ദൻ അതേഴ്സ്. ഇവിടെ ഇരിക്കുന്ന ആർക്കും ഈ പരിപാടിയൊന്നും അറിയത്തില്ല. ഇത്രയും നേട്ടമൊന്നും കുടുംബത്തൊന്നും ചെയ്തു കൊടുത്തിട്ടില്ലാത്ത പലരും ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ശ്രാവന്തിക കരയരുത്. കരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശക്തി പോവും. കരയരുത്. എപ്പോഴും ചിരിച്ചിട്ടിരിക്കുക, സന്തോഷിച്ചിട്ടിരിക്കുക. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നല്ലൊരു വർഷമാവട്ടെ. എനിക്കും നിങ്ങൾക്കും സന്തോഷം തരുന്നു. നന്ദി, നമസ്കാരം.